ലോങ് ടൈം SIP ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇനി ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആണെങ്കിലും ഇവരെല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ലോങ് ടൈമിലേക്ക് നിങ്ങൾ SIP ചെയ്യുകയാണെങ്കിൽ ഒരു 10-20 വർഷത്തേക്ക് SIP ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. എന്നാൽ കുറേ ആൾക്കാർ ഇത് വിശ്വസിച്ചിട്ട് ഇത്തരത്തിൽ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ കുറേ ആൾക്കാർ ഇതിലൊന്നും വിശ്വസിക്കാതെ ഇത്തരത്തിൽ ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറഞ്ഞ് പോകാറുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നിങ്ങൾ മാസാമാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു തുക ഇത്തരത്തിൽ ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം വലിയൊരു കോർപ്പസ് ആയിട്ട് മാറുന്നതെന്നാണ്. ഇതിനുള്ള പ്രധാന കാരണമാണ് ലോകത്തെ 8ാമത്തെ അത്ഭുതമായിട്ടുള്ള കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു 20-25 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാ മാസവും ഇത്തരത്തിലൊരു 500-1000 രൂപ ഇത് നിങ്ങൾ ഇത്തരത്തിൽ SIP ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു 40-50 വയസ്സൊക്കെ ആകുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് വലിയൊരു കോർപ്പസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഉള്ളിലുള്ള കോമ്പൗണ്ടിങ് എന്താണെന്നും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ആ ഒരു അവസാന കാലയളവിൽ എങ്ങനെയാണ് ഇത് എക്സ്പോണൻഷ്യലി ഗ്രോ ആകുന്നതെന്നും നിങ്ങൾക്ക് കണക്കുകൾ സഹിതം പ്രോപ്പറായിട്ട് കാണിച്ചു തരാനാണ് ഞാൻ പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോമ്പൗണ്ടിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാര്യം കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈമിൽ അതിൽ റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുകയില്ല. എന്നാൽ ലോങ് ടൈമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വലിയൊരു റിസൾട്ട് ലഭിക്കുന്നതാണ്. അതായത് എത്ര കാലം കൂടുന്നോ അതിനനുസരിച്ച് ആ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് ശക്തമായിട്ട് കൂടുന്നതായിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ജിമ്മിന് പോകുന്നതായിട്ട് കരുതുക. അപ്പോൾ നിങ്ങൾ ജിമ്മിന് പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1-2 മാസമൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കാണണമെന്നില്ലല്ലേ, വലിയ മസിലോ കാര്യങ്ങളൊന്നും തന്നെ വരാറില്ലായിരിക്കും. ഇതുകൊണ്ട് തന്നെ പല ആൾക്കാരും മടി കാരണവും ആ ഒരു പെട്ടെന്ന് റിസൾട്ട് വരാത്തത് കൊണ്ടും ഇത്തരത്തിൽ ജിമ്മിന് പോകുന്നത് നിർത്താറുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ നിങ്ങളുടെ മടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇത്തരത്തിലൊരു 5-6 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിന് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈമാണ്. ആദ്യത്തെ ഒരു 1-2 വർഷം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള റിസൾട്ട് കാണാൻ പറ്റണമെന്നില്ല. എന്നാൽ പിന്നീട് ഒരു അവസാനത്തെ ഒരു 2 വർഷത്തിലേക്ക് എത്തിയ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ റിസൾട്ട് കാണാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രോത്തിനെ ഒരു ചാർട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആദ്യത്തെ കുറേ വർഷം ഇത്തരത്തിൽ ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് പോയിരുന്നത്. എന്നാൽ ഒരു നിശ്ചിത ടൈം കഴിയുന്ന സമയത്ത് ഈ ഒരു ഗ്രാഫ് എക്സ്പോണൻഷ്യലി മുകളിലേക്ക് കയറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളിവിടെ പോസിറ്റീവായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലേ. എന്നാൽ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് പോസിറ്റീവ് കേസിൽ മാത്രമല്ല നെഗറ്റീവ് കേസിലും വർക്ക് ആവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഇത്തരത്തിൽ സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെക്കുക. ആ ഒരു വ്യക്തി ഇത്തരത്തിൽ സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ 1-2-3-4 വർഷങ്ങളിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ ഈ ഒരു വ്യക്തി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 8ാമത്തെ വർഷം അല്ലെങ്കിൽ ഒരു 10ാമത്തെ വർഷമൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെൽത്തിനെ അത് ബാധിക്കുക. കാരണം ഇത്ര കാലം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ശീലം ആ ഒരു ബോഡിയിൽ ഡെപ്പോസിറ്റ് ആയിട്ട് അവസാനത്തെ ഒരു വർഷമായിരിക്കും വലിയ രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ചെയ്ത ആ ഒരു കോമ്പൗണ്ടിന്റെ ഫലമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ 2 എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. ഇവിടെ റിയൽ ലൈഫിൽ മാത്രമല്ല, നിങ്ങൾ ക്യാഷിന്റെ കേസിലേക്ക്, മണിയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഈ ഒരു കോമ്പൗണ്ടിങ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്കിനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്നും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൂട്ടുപലിശ. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഉദാഹരണത്തിന് നിങ്ങളൊരു 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടെന്ന് കരുതുക. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ 10% കരുതുക. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 10 ലക്ഷം രൂപയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 10%. അതായത് 10 ലക്ഷം രൂപയുടെ പുറത്ത് ഒരു വർഷം നിങ്ങൾ കൊടുക്കേണ്ട പലിശ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വർഷം നിങ്ങൾക്ക് ആ ഒരു കടം തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ എടുത്ത 10 ലക്ഷം രൂപയും പിന്നീട് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു പലിശയും ചേർത്ത് 11 ലക്ഷം രൂപയാവും. ആ ഒരു 11 ലക്ഷം രൂപയുടെ 10% നിങ്ങൾ അടുത്ത വർഷം പലിശയായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ വർഷം നിങ്ങൾ 10 ലക്ഷം രൂപയുടെ 10% അടയ്ക്കേണ്ടത്. എന്നാൽ 2ാമത്തെ വർഷം ആയ സമയത്ത് 11 ലക്ഷം രൂപയുടെ 10% അടയ്ക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു 2ാമത്തെ വർഷവും ഈ ഒരു 11 ലക്ഷം രൂപയായ പ്രിൻസിപ്പൽ എമൗണ്ടും അതുപോലെ തന്നെ അതിൻ്റെ 10% അടയ്ക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഈ ഒരു 2ാമത്തെ വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ അടയ്ക്കേണ്ട നിങ്ങളുടെ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ 12 ലക്ഷത്തിൽ 10,000 രൂപയാവുന്നതാണ്. പിന്നീട് 12 ലക്ഷത്തിൽ 10,000 രൂപയുടെ പുറത്തായിരിക്കണം നിങ്ങൾ ഇത്തരത്തിൽ 10% പലിശ അടയ്ക്കേണ്ടത്.
അതായത് പറയുകയാണെങ്കിൽ ഓരോ വർഷവുമുള്ള പലിശ എമൗണ്ട് ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് ഓരോ വർഷവും ആഡായിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ആഡായിട്ട് ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതൊരു കോമ്പൗണ്ട് എഫക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു വ്യക്തി ലോൺ അടയ്ക്കാനായിട്ട് എത്ര രൂപ പേ ചെയ്തുകൊണ്ടിരുന്നാലും അതെല്ലാം തന്നെ പലിശ ഇനത്തിൽ പോത്തതേ ഉള്ളൂ. എന്നാൽ അതേസമയം ഇത്തരത്തിൽ ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് കൂടി വരുന്നതാണ്. ഈ ഒരു ട്രാപ്പിൽ പെട്ടിട്ടാണ് പല ആൾക്കാരും സൂയിസൈഡ് ചെയ്യും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി പ്രോപ്പറായ കാൽക്കുലേഷൻസോ മറ്റുമൊന്നും ഇല്ലാതെ ഇത്തരത്തിൽ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കോമ്പൗണ്ടിങ് നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലോൺ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ട് നമ്മൾ ബാങ്കിന് എല്ലാ മാസവും അങ്ങോട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു കോമ്പൗണ്ടിങ് നമുക്ക് നെഗറ്റീവായിട്ടും ബാങ്കിന് ഫേവറബിൾ ആയിട്ടുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാശ് ഉണ്ടാക്കാനായിട്ട് ബാങ്കുകൾ ചെയ്യുന്ന ഈ ഒരു ലോങ് ടേം കോമ്പൗണ്ടിങ് തന്ത്രമില്ലേ, ഇത് നമുക്കൊന്ന് തിരിച്ച് ചെയ്താലോ? അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ ലോങ് ടേമിലേക്ക് SIP ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാൻ വെറുതെ പറയുകയല്ല, പ്രോപ്പർ ആയിട്ടുള്ള കണക്കുകളിലേക്ക് പോയിക്കൊണ്ട് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഒരു എക്സൽ ഷീറ്റിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് ഇയേഴ്സ് എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. അതിന് പുറത്തുള്ള റിട്ടേൺ എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഓരോ വർഷവും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാകുമെന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1000 എന്ന് പറഞ്ഞൊരു ചെറിയ നമ്പറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യത്തെ വർഷം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. 10% റിട്ടേൺ കിട്ടുന്ന ഒരു അസറ്റിലേക്ക്. ഇവിടെ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 രൂപയും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1000 രൂപയുമാണ്. അങ്ങനെ ആ ഒരു വർഷം എൻഡ് ചെയ്ത സമയത്ത് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1100 രൂപ ആയിട്ടുണ്ട്. രണ്ടാമത്തെ വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 1100 രൂപ ആയതുകൊണ്ട് അവിടെ വീണ്ടും നിങ്ങൾക്ക് 10% കിട്ടുകയാണെങ്കിൽ ആ ഒരു വർഷത്തെ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 110 രൂപ ആവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1210 രൂപ ആവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഈ ഒരു കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ വർഷവും നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ വർഷം 100 ആണെങ്കിൽ പിന്നീട് 110, പിന്നീട് 121, 133, അങ്ങനെ കൂടി താഴേക്ക് വരുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. അതായത് എത്ര വർഷമാണോ കഴിയുന്നത് അതിനനുസരിച്ച് ഇത്തരത്തിൽ പ്രോഫിറ്റ് ശക്തമായിട്ട് കൂടി വരുന്നുണ്ട്. അതുപോലെയാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പേഴ്സിനെ നമ്മൾ പെട്ടെന്നൊന്ന് ഗ്രാഫിലേക്ക് എടുത്തിടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആദ്യത്തെ കുറേ വർഷങ്ങളിൽ ആദ്യത്തെ ഒരു 10 വർഷമൊക്കെ ഇത്തരത്തിൽ ആ ഒരു ഗ്രാഫ് വളരെ പതുക്കെയാണ് പോകുന്നത്. എന്നാൽ പിന്നീട് ഒരു 15 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് ഇത്തരത്തിൽ ആ ഒരു ഗ്രാഫ് ശക്തമായിട്ട് മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ 10-20 വർഷം അല്ലെങ്കിൽ 30 വർഷം എന്നൊക്കെ പറയുന്നത് വലിയൊരു ലോങ് പീരീഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നിങ്ങളെ കാണിച്ചത് 1000 രൂപ വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ മാസം 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൂടുകയാണെങ്കിൽ അവിടെ ഇത്തരത്തിൽ ഓരോ മാസവുമാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു കേസിൽ നിങ്ങളുടെ വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1000 മാറിയിട്ട് 12000 ആകുന്നതാണ്. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 12000 രൂപയുടെ 10% 1200 രൂപയായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിൽ ആദ്യത്തെ വർഷം പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. അങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ കോമ്പൗണ്ടിങ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയും ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ 1000 എന്ന് പറയുന്ന ആ ഒരു ചെറിയ നമ്പർ മാസം ഇൻവെസ്റ്റ് ചെയ്തതിലുള്ള ആ ഒരു കോമ്പൗണ്ടിങ്ങിന്റെ എഫക്റ്റ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട് ശ്രമിച്ചത്. എന്നാൽ ഈ ഒരു 1000 എന്ന് പറയുന്ന എമൗണ്ടിനെ നിങ്ങളൊന്ന് മാറ്റിയിട്ട് എല്ലാ മാസവും നിങ്ങൾ 10000 രൂപ വീതമാണ് ഇത്തരത്തിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് എത്ര രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം മാസം 10000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം നിങ്ങൾ 1,20,000 രൂപയാണ് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 30 വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ 36 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ 30 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു 36 ലക്ഷം രൂപയുടെ പുറത്ത് നിങ്ങൾക്ക് 12% റിട്ടേൺസ് ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 30 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ആ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ 3,52,00,000 രൂപ ആകുന്നതായിരിക്കും. അതായത് നിങ്ങൾ വെറും 36 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 30 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 3,52,00,000 രൂപയാണ്. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ മനോഹാരിത. അപ്പൊ കോമ്പൗണ്ടിങ് ഈ ഒരു കേസിൽ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു വീട് റെന്റിന് കൊടുത്തിരിക്കുകയാണെങ്കിൽ ആ ഒരു റെന്റിന്റെ തുകയില്ലേ അത് നിങ്ങൾ ഓരോ വർഷവും 5% വീതം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ അവിടെയും കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നതാണ്. ഇനി അത് മാത്രമല്ല നിങ്ങൾ FDയിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ലോങ് ടൈമിൽ കോമ്പൗണ്ടിങ്ങിന് വിധേയമാകുന്നതാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് FDയിലല്ല, പകരം ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വിറ്റിയിലോ ആക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കോമ്പൗണ്ടിങ് എങ്ങനെയാണെന്നും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ലോങ് ടൈമിൽ SIP ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററിനെ ഇത് എങ്ങനെയാണ് വെൽത്തി ആക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ നിങ്ങളൊരു 20-25 വയസ്സുള്ള ജോലിയുള്ള ഇൻകം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് മാസം നിങ്ങൾ ചെറിയൊരു തുക ഇത്തരത്തിൽ ലോങ് ടൈമിലേക്ക് SIP ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 40-50 വയസ്സ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കോർപ്പസ് എമൗണ്ട് ഉപയോഗിക്കാനായിട്ട് അന്നേരം പറ്റുന്നതാണ്. ഇനി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ഒന്നും അറിയാത്ത, എവിടെയാണ് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. എത്ര രൂപ വീതം മാസം ഏതെല്ലാം മ്യൂച്വൽ ഫണ്ടുകളിൽ സേഫായിട്ട് ലോങ് ടൈമിലേക്ക് SIP ഇൻവെസ്റ്റ് ചെയ്യണമെന്നും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയുടെ ലാഭവും റിട്ടേണുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായ കണക്കുകൾ സഹിതമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും